മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിലെ പേജ് നമ്പർ 232 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഉള്ളിലെ 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, പേജ് നമ്പർ 232 6th ക്വസ്റ്റ്യനാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ഫോർ any point on the line intersecting the axis in the picture, the sum of the x and y coordinate is 3. എന്താണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നിരിക്കുകയാണ്, കൂടെ കട്ട് ചെയ്യുന്നത്. ഈ പോയിൻ്റ് 30 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ പോയിൻ്റ് 03 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിൻ്റെയും കൂടി സം നമുക്ക് 3 കിട്ടണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സ് 0 + 3 3 ആണ്, ഇവിടെ 3 + 0 3 ആണ്. അതുപോലെ ഏത് പോയിൻ്റ് എടുത്താലും എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ സം എപ്പോഴും എന്ത് കിട്ടണം? 3 കിട്ടണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് എ എന്നും ബി എന്നും കൊടുത്തു. ഞാൻ എഴുതാണ് സ്ലോപ്പ് ഓഫ് എ ബി. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഫോർമുല ഓർമ്മയുണ്ടല്ലോ, y2 - y1 ബൈ x2 - x1. അതായത് 3 - 0 ബൈ 0 - 3 ദാറ്റ് മീൻസ് -1. ഇതാണ് നമുക്ക് കിട്ടുന്ന സ്ലോപ്പ്. ഈ ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ എക്സ് പോയിൻ്റ് വന്നു കഴിഞ്ഞ് എക്സ് വൈ കണ്ടോ ഒരു പോയിൻ്റ് വന്നാലും സ്ലോപ്പ് സെയിം ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ 2 പോയിൻറ്റും തമ്മിൽ എടുക്കുകയാണ്. അത് ഓക്കെ. അപ്പോൾ y - 0 ബൈ x - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു x - 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ y ദാറ്റ് ഈസ് ഈക്വൽ ടു -x കേട്ടോ, നെഗറ്റീവ് പ്ലസ് ആണ്, +3. ഇവനെ എക്സിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ x + y ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കിയത്? എക്സും വൈയും ആഡ് ചെയ്താൽ എല്ലായ്പ്പോഴും എന്താണ് കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, 0 + 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ്. അതേപോലെ 3 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുക? 3 ആണ്. അപ്പോൾ 2ഉം 1ഉം അല്ലെങ്കിൽ 1ഉം 2ഉം ഒക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് തന്നെയായിരിക്കും. അപ്പോൾ എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ 3 കിട്ടുകയാണെങ്കിലാണ് ഈ ലൈനിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th. Find the equation of the circle with a center at the origin and radius 5. Write the coordinates of 8 points on the circle. നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ്. ഒറിജിനാണ് സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിലെ 8 പോയിൻറ്റ്സ് കാണണം. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സെൻറ്റർ ഒറിജിൻ ആണെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണു? x, y എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു, ഒറിജിൻ സെൻറ്ററായിട്ട് വന്നാൽ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് നമ്മൾ പഠിച്ചേക്കണേ? √(x² + y² എന്നാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ √(x² + y² എഴുതി ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇവിടെ 5 ആണ്. അപ്പോൾ ഞാനിവിടെ 25 എന്ന് എടുത്തു സ്ക്വയർ ചെയ്തപ്പോൾ. അപ്പോൾ x² + y², അതായത് x² + y² -25 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 8 പോയിൻറ്റ്സ് ആണ്, 8 കോർഡിനേറ്റ്സ് ഈ സർക്കിളിൽ. അപ്പോൾ x, y നമുക്കറിയാം ഇത് 5 ആണ്. ഇത് 5 ആണെന്നുണ്ടെങ്കിൽ ഞാൻ 8 കോർഡിനേറ്റ്സ് എഴുതുകയാണ്. ഓക്കെ, ഇത് 5 ആണ്, ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് റേഡിയസ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 5 0 എന്ന് എഴുതാം ഒരു കോർഡിനേറ്റ്. അടുത്ത കോർഡിനേറ്റ് എന്ന് വെച്ചാൽ -5 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനെയും കൂടി സ്ക്വയർ ആഡ് ചെയ്ത് നമുക്കറിയാം അല്ലേ, സർക്കിളിലെ പോയിൻ്റാണ്. ഇത് 0 5 എന്ന് എഴുതാം. അടുത്തതാണെന്നുണ്ടെങ്കിലോ, അതായത് 0 -5 എന്ന് എഴുതാം. അപ്പോൾ 4 കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ? 4 കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നമ്മളോട് 4 കോർഡിനേറ്റ്സും കൂടി കാണണം. റേഡിയസ്, അതായത് ഇത് 5 ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് 5 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ വേണം. അപ്പോൾ ഇതാണ് 5 വരുന്നത്, റേഡിയസ് ആണല്ലോ 5 വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്, അപ്പോൾ ഞാൻ ഈ പോയിൻറ്റിനെ 3ഉം ഈ പോയിൻറ്റ് 4ഉം എടുത്തു എന്ന് വിചാരിക്കാം. ഇത് 3 ആണെന്നുണ്ടെങ്കിൽ 9 കണ്ടോ, ഇതിൻ്റെ സ്ക്വയർ 9,
9 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16, അപ്പോൾ 25, അതിൻ്റെ റൂട്ട് എടുത്താൽ 5 ആയി. അപ്പോൾ 3, 4 എന്ന് പറയുന്ന പോയിൻ്റ് ഇതിലെ തന്നെയാണ്. അപ്പോൾ 3, 4 അല്ലെങ്കിൽ 4, 3 അല്ലെങ്കിൽ -3, 4 അതല്ലെങ്കിൽ നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം 4, 3 ഇങ്ങനെ 3യുടെ കോമ്പിനേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 3, 4 അപ്പോൾ -3, 4, 4, 3 -4, 3 ഇതും ഇതിലെ പോയിൻ്റാണ്. അപ്പോൾ 4 പോയിൻറ്റ്സ് ആയല്ലോ. 5, 0 അതേപോലെ 0, 5 ഇനി -5, 0 അതുപോലെ 0, -5 അപ്പോൾ 4 + 4 8 പോയിൻറ്റ്സ് ആയി. നമ്മളോട് 8 പോയിൻറ്റ്സ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് if xy be a point on the circle with the line joining 0, 1 and 2, 3 as diameter, then x square plus y square minus 2x minus 4y plus 3 equal to 0. Find the coordinate of the points where this circle cuts the y-axis. നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു സർക്കിൾ, ഇപ്പം നേരത്തെ ചെയ്ത പോലെ ഒരു സർക്കിളിൻ്റെ 2 എൻ പോയിൻ്റാണ്, ഒന്ന് 0, 1ഉം മറ്റേത് 2, 3യും ഡയാമീറ്റേഴ്സിൻ്റെ എൻ പോയിൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് അറിയില്ല. അപ്പോൾ ഇത് എയും ബിയും ആണെങ്കിൽ എ ബി ദറ്റ് ഇസ് ഈക്വൾ ടു നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ അറിയാം x2 മൈനസ് x1 അതായത് 0 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 1 ഹോൾ സ്ക്വയർ അതായത് റൂട്ട് ഓഫ് ഇത് 4 പ്ലസ് 2 ആണ് വരുന്നത്. 2ൻ്റെ സ്ക്വയർ 4 തന്നെയാണ്. ദാറ്റ് മീൻസ് റൂട്ട് 8 അല്ലേ. റൂട്ട് 8ന് നമുക്ക് കണ്ടോ, റൂട്ട് 8ന് നമുക്ക് എങ്ങനെ എഴുതാം 4 × 2 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 2 √ 2 എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഡയാമീറ്റർ. അപ്പോൾ ഡയാമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു 2 √ 2 ആണെങ്കിൽ റേഡിയസ് ദറ്റ് ഇസ് ഈക്വൾ ടു √2 ആ. ഡയാമീറ്ററിൻ്റെ പകുതിയാണ് അല്ലേ. അപ്പോൾ 2 കട്ട് ചെയ്ത് പോയി r = √2 വന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിഡ് പോയിൻ്റ് സെൻറ്ററും ഫൈൻഡ് ചെയ്യാനൊരു വിഷമമില്ല, കാരണം ഡയാമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് എഴുതാം, മിഡ് പോയിൻ്റ് ഓഫ് എ ബി എന്ന് കൊടുക്കാം. മിഡ് പോയിൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഓക്കെ 0 + 2/2 അതേപോലെ 1 + 3/2 ഇതാണ് മിഡ് പോയിൻ്റ്. അപ്പോൾ 2/2 4/2 അപ്പോൾ മിഡ് പോയിൻ്റ് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു 1, 2 ഇതാണ് മിഡ് പോയിൻ്റ്. അപ്പോൾ മിഡ് പോയിൻറ്റും കിട്ടി, നമുക്ക് റേഡിയസും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y - 4 ഹോൾ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു r സ്ക്വയർ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇതാണ് കേട്ടോ സെൻറ്ററായിട്ട്. ഇപ്പോൾ സെൻറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇപ്പോൾ 0, 0 ഇതാണ് സെൻറ്റർ റേഡിയസ്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ എക്സ് മൈനസ് ദിസ് ഡിസ്റ്റൻസ് കണ്ടാൽ മതി. എക്സ് ഇവിടെ ഒരു പോയിൻ്റാണ് XY. അപ്പോൾ ഈ പോയിൻ്റാണ് നമുക്ക് എച്ചും കെയും എന്ന് വിചാരിച്ചു, എച്ചും കെയും. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് നമുക്ക് എന്ത് കൊടുക്കാം കെ ഹോൾ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് r സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫോമുലയിൽ കൊടുത്താൽ ഇവിടെ എക്സ് മൈനസ്, അപ്പോൾ ഇത് ഫോമുല പോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ നോക്കി 1 എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു √2ൻ്റെ സ്ക്വയർ, √2ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ദറ്റ് ഇസ് ഈക്വൽ ടു 2. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y ഇവിടെ എന്ത് വന്നു 5 വന്നു. 5 മൈനസ് 2 ദറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y പ്ലസ് 3 ദറ്റ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y പ്ലസ് 3 ഈക്വൽ ടു 0. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിൻറ്റ്സ് വേർ ദിസ് സർക്കിൾ കട്ട് ദ വൈ ആക്സസ്. ഈ സർക്കിൾ വൈ ആക്സസിലാണ് കട്ട് ചെയ്യണേ. ഇപ്പോൾ അതെ വൈ ആക്സസിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ 0 ഇപ്പോൾ 4 അല്ലെങ്കിൽ 0x അല്ലേ, ഇങ്ങനെയാണ് വൈ ആക്സസിൽ. ഇവിടെ ഏത് പോയിൻ്റ് ആണെങ്കിലും 0, 3 അല്ലെങ്കിൽ 0 അപ്പോൾ വൈ ആക്സസിൽ കട്ട് ചെയ്യണ ഏതൊരു പോയിൻ്റ് ആണെങ്കിലും എക്സ് ഈക്വൾ ടു എന്തായിരിക്കും, എക്സ് ഈക്വൾ ടു 0 ആയിരിക്കും. റീസൺ എന്താണ്, കട്ട് വൈ ആക്സസ്, വൈ ആക്സസിൽ കട്ട് ചെയ്യണതാണ്. അപ്പോൾ എക്സ് ആക്സസിൽ കട്ട് ചെയ്താലോ y ഈക്വൾ ടു 0 ആയിരിക്കും.
അപ്പോൾ എനിക്കിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഒക്കെ 0 കൊടുക്കാം. അപ്പോൾ ഇവിടെ 0, പിന്നെ y² വന്നു, ഇത് 0 കണ്ടോ, -4y വന്നു, +3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് y² -4y +3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടി കണ്ടോ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പം ഞാൻ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ വീണ്ടും പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വീണ്ടും എളുപ്പം പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെ ഞാൻ ഇവിടെയും പറയാം. ഈ സെയിം സാധനമാണ് അടുത്ത ചാപ്റ്ററിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇതിനെ 3 ഫാക്ടേഴ്സ് ആക്കുക. 3യുടെ ഫാക്ടർ എന്ന് വെച്ചാൽ 1ഉം 3യും മാത്രമേ ഉള്ളൂ 3ക്ക് ഫാക്ടർ. അപ്പോൾ ഈ 2 നമ്പർ കണ്ടോ, ഈ 2 നമ്പറാണ് നമ്മൾ നോക്കി ചിന്തിക്കേണ്ടത്. അപ്പോൾ ഉടനെ തന്നെ y - 1 y - 3 എന്നോട് കൊടുത്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവാണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക, കറക്റ്റാണ്. ഓക്കെ, ഇത് കറക്റ്റ് അല്ലാണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ y ദാറ്റ് ഈസ് ഈക്വൽ ടു 1ഉം y ദാറ്റ് ഈസ് ഈക്വൽ ടു 3യും ആണ് നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, -4y ആണ്. ഇവിടെ -4y +3 ആയ കാരണം രണ്ടും കൂടി ആഡ് ചെയ്താൽ മൈനസ്. അപ്പോൾ y = 3 അല്ലെങ്കിൽ y = 1. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഷോൺ ഹിയർ? അപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഞാൻ ഒരു സർക്കിൾ ഇങ്ങനെ ഇവിടെ ആക്സിസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനാണ്. ഇവിടെ 40 എന്ന് പറയുന്ന പോയിൻറ്റും ഇവിടുത്തെ പോയിൻറ്റ് 02 എന്ന് പറയുന്ന പോയിൻറ്റുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഷോൺ ഹിയർ? ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? സെൻറ്റർ വേണം നമുക്ക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ. പിന്നെ എന്ത് വേണം? നമുക്ക് റേഡിയസ് വേണം അല്ലേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്താൽ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് രണ്ടും ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ഡയാമീറ്റർ ആണല്ലോ. ഓക്കെ, കാരണം നമുക്കറിയാം ഒരു സർക്കിളിൽ കണ്ടോ, ഇങ്ങനെ ഒരു സർക്കിളാണ്. സർക്കിളിൽ എവിടെയെങ്കിലും ഒരു ഡയാമീറ്റർ വരച്ചിട്ട് ഡയാമീറ്ററിൻ്റെ എൻ പോയിൻറ്റിൽ നിന്നും സർക്കിളിലേക്ക് ജോയിൻ ചെയ്താൽ 90 ഡിഗ്രി വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9th പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചു കഴിഞ്ഞതാണ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. എന്താ ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്നും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇത് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ എയും ബിയും എന്ന് പറഞ്ഞ ഡയാമീറ്ററാണ്. അപ്പോൾ ഞാൻ ഡയാമീറ്ററിൻ്റെ ലെങ്ത്ത് AB-യുടെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ പോവുക. അപ്പോൾ 0 - 4 ഹോൾ സ്ക്വയർ +2 - 0 ഹോൾ സ്ക്വയർ ദിസ് ഈസ് ഈക്വൽ ടു √16 + 4. അതായത് എനിക്ക് √20 എന്ന് കിട്ടി. √20. ഓക്കെ, √20 എന്ന് പറയുമ്പോൾ അതിൻ്റെ 20യുടെ ഫാക്ടേഴ്സ് 20യെ നമുക്ക് 2 ഇവിടെ 10 വന്നു, വീണ്ടും 2, അപ്പോൾ ഇവിടെ 5 വന്നു അല്ലേ? അപ്പോൾ 2√2 4 × 5 ആണ് കണ്ടോ, 4 × 5 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഔട്ട് സൈഡിൽ എടുക്കുക. അപ്പോൾ 2√5 ആണ് AB എന്ന് പറയുന്നത്. AB എന്ന് പറഞ്ഞാൽ ഡയാമീറ്ററാണ്, ശരിയല്ലേ? ഡയാമീറ്ററാണ് AB, അതാണ് 2√5. അങ്ങനെയാണെങ്കിൽ റേഡിയസോ, റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2√5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു √5 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് √5 ആയി. അപ്പോൾ നമുക്കിനി റേഡിയസ് കിട്ടി. ഇനി സെൻറ്റർ കിട്ടണം. സെൻറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡയാമീറ്ററിൻ്റെ മിഡ് പോയിൻ്റാണ് സെൻറ്റർ. അപ്പോൾ ഞാൻ എന്തെഴുതുന്നു? മിഡ് പോയിൻ്റ് ഓഫ് AB ദാറ്റ് മീൻസ് 0 + 4/2 പിന്നെ 2 + 0/2. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 4/2 2 കിട്ടി, ഇവിടെ 1 കിട്ടി. അപ്പോൾ സെൻറ്റർ എന്താ കിട്ടിയത്? 2 1 സെൻറ്റർ കിട്ടി. അപ്പോൾ സെൻറ്ററും കിട്ടി, റേഡിയസും കിട്ടി. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ റേഡിയസും ഈ സെൻറ്ററും ഉപയോഗിച്ച് നമ്മൾ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ പഠിച്ച ഫോമുല? x - h ഹോൾ സ്ക്വയർ +y - k ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു r². ഓക്കെ, അതായത് റേഡിയസിൻ്റെ സ്ക്വയർ. HK എന്ന് പറയുന്നത് സെൻറ്ററാണ്. അപ്പോൾ HK സെൻറ്റർ ആണെങ്കിൽ 2 1 ആണ്. അപ്പോൾ x മൈനസ് ഉണ്ടോ സെൻറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഈ സെൻറ്ററോട് 2 1 എടുത്തു. ഇപ്പോൾ നമുക്ക് ഈ ഫോമുല ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ഇത് സെൻറ്ററാണ്. ഇവിടെ x y ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? x - 2 ഹോൾ സ്ക്വയർ +y - 1 ഹോൾ സ്ക്വയർ പിന്നെ r. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി, റേഡിയസ് √5 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു √5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ x² - 4x + 4 + y² - 2y + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.
√5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 2y പ്ലസ് 5 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടി? ഓക്കെ ലാസ്റ്റ് പ്രാക്ടീസ് പ്രോബ്ലം, അതായത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പ്രാക്ടീസ് പ്രോബ്ലം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. ഒന്ന് പോളിനോമിയൽസും ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും. 2 ചാപ്റ്ററും വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഈ ആഴ്ചയിൽ തന്നെ അത് വേഗം അപ്ലോഡ് ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് പോയിൻറ്റ്സ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് റിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരുപക്ഷെ അപ്ലോഡാവും. നിങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതായത് ഇപ്പോൾ ക്ലാസ്സസ് എടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായി പഠിക്കണം. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അല്ല എല്ലാ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട് അത്. അപ്പോൾ ഇനി ബാക്കി പോർഷൻസ് വേഗം തീർക്കും. അത് കഴിഞ്ഞാൽ വേണം നമുക്ക് ഫോക്കസ് പോയിൻ്റ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി അപ്ലോഡ് ചെയ്യും. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് മാത്സിന് ഫുൾ മാർക്ക് കിട്ടുന്നുള്ളത്. ആ രീതിയിലാണ് നമ്മളെല്ലാം പിടിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുക. നാളെ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.